ഹലോ. ഇന്ന് നമുക്ക് ഫ്രാക്ഷൻസ് എന്താന്ന് പഠിക്കാം. ഫസ്റ്റ് തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു പാർട്ട് മാത്രം ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ p/q ഫോർമാറ്റിലായിരിക്കും. ഈ p അതായത് ഫ്രാക്ഷന്റെ മേളിൽ കിടക്കുന്ന നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് താഴെ കിടക്കണ q എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയാം. ഇവിടെ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ മേളില് അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തോ അത് വേണം കൊടുക്കാൻ. ഇവിടെ നമ്മൾ ഒരു പാർട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ 1 എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് ഇവിടെ എത്ര പാർട്സ് ടോട്ടൽ ഉണ്ട്. ഇവിടെ 1, 2, 3 ആൻഡ് 4. ഇവിടെ 4 പാർട്സ് ഉണ്ട്. ഇവിടെ ഫ്രാക്ഷൻ എങ്ങനെ വരും? 1/4 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഷെയ്ഡഡ് പോർഷൻസിന്റെ ഫ്രാക്ഷൻസ് എഴുതുക. ഇവിടെ 3 പാർട്സ്, അതായത് ഞാൻ ഒരു സർക്കിളിനെ 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രാക്ഷൻസിനെ ഡീൽ ചെയ്യുമ്പോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലി വേണം ഡിവൈഡ് ചെയ്യാൻ. അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ഞാൻ ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പാർട്സ്, അതായത് 1, 2, 3 പാർട്സ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിളിൽ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മേളിൽ ന്യൂമറേറ്റർ എന്ത് എഴുതണം എന്നാ പറഞ്ഞേ? എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. മേളിൽ 3 വരും. താഴെ ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ് ഉണ്ട്. ഇവിടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ 3/8 ആണ് ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ ആയിട്ട് വരിക. ഓക്കെ, ഫ്രാക്ഷന്റെ നോർമലി ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ when a whole is divided into equal parts, a part or parts of the whole is called a fraction. വേറൊന്നുമല്ല, ഒരു ഹോളിനെ മൊത്തത്തിലുള്ള ഒരു സാധനത്തിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണേനെയാണ്. ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിനെ നമ്മൾ ഹോളായിട്ട് കമ്പയർ ചെയ്യണേനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിൽ തന്നെ കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളറിയാം 1/3 അല്ലെങ്കിൽ ഹാഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ 1/2, 1/3, 1/4 ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ ഫ്രാക്ഷൻസിൽ എഴുതാൻ പറ്റും? 1/2 എന്ന് പറഞ്ഞാൽ 1/2നെയാണ് നമ്മൾ 1/2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1/3 എന്ത് പറയും? 1/3. അതുപോലെ തന്നെ 1/4 എന്ന് പറയുമ്പോൾ 1/4. വേറൊന്നുമല്ല, ഒരു സർക്കിളിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ ഡിനോമിനേറ്ററിനെയാണ് പറയുക. ഡിനോമിനേറ്റർ 2 ആണ് ഇവിടെ. ഇവിടെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്താൽ പറയണയാണ് 1/2 അല്ലെങ്കിൽ നോർമലി ഹാഫ് എന്നും പറയും. ദെൻ സെക്കൻഡ്, അതായത് 1/3 എന്ന് പറഞ്ഞാലോ ഒരു സർക്കിളിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു പാർട്ട് കളർ ചെയ്യണേനെയാണ് 1/3 എന്ന് പറയാം. സിമിലർലി 1/4 എന്ന് പറഞ്ഞാൽ 4 പാർട്ടിൽ ഒരെണ്ണം കളർ ചെയ്യണേനെയാണ് 1/4 എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് 2/3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? മേളിലെ ന്യൂമറേറ്റർ 2 വരും, താഴെ ഡിനോമിനേറ്റർ 3 വരും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്രാക്ഷൻസിന് നെയിം കൊടുക്കുക. ഓക്കെ, ഓൾറെഡി പറഞ്ഞു, മേളിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയാ, താഴെ എഴുതുന്നതിനെയാണ് ഡിനോമിനേറ്റർ എന്ന് പറയാ. ഇവിടെ 2 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ വരും, താഴെയുള്ളത് ഡിനോമിനേറ്റർ വരും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതില് ഇക്വലന്റ് ഫ്രാക്ഷൻസ്. ഇക്വിവാലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഇപ്പൊ ഞാൻ ഇവിടെ 1/2 കൊടുക്കുകയാണ്. ഇതാണ് ഒരു സിമ്പിൾ സിമ്പിൾ ഫ്രാക്ഷൻ. ഇതിന് ഒരു 3 ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2, 3, 4, 5 ഒക്കെ അറിയാലോ. എന്ത് ചെയ്താൽ മതി? 1/2 എടുക്കുക, ന്യൂമറേറ്ററിനെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിനോമിനേറ്ററിനെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 × 2 2, 2 × 2 4. 2/4 എന്ന് ഒരെണ്ണം കിട്ടി. ഇതായിരിക്കും ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ വരിക. 1/2ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് × 2 ചെയ്തപ്പോൾ
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ന്യൂമറേറ്റർ ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പർ വെച്ച് തന്നെ വേണം താഴെ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് ഇവിടെ 1/2 മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ മേളിൽ ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യണേ അതുപോലെ തന്നെ താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ 2/4 എന്ന് കിട്ടുന്നതാണ് ഫസ്റ്റ് ഈക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 1/2 കിട്ടുക. സെയിം രീതിയിൽ ഇൻറ്റു 3 ചെയ്യാലോ. സോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3/6 കിട്ടും. സെയിം രീതിയിൽ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4/8 കിട്ടും. സെയിം രീതിയിൽ ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5/10 കിട്ടും. സോ ഇവിടെ എന്തൊക്കെ പറയാം? 2/4, 3/6, 4/8. ഇവിടെ 3 എണ്ണമാണ് ചോദിച്ചാണ്, സോ ഇവിടെ വെച്ച് നിർത്താം. ദെൻ 5/10. അതുപോലെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. വേണമെങ്കിൽ എളുപ്പത്തിന് എന്ത് ചെയ്യാം? 1/2 ഇൻറ്റു 10 എന്ന് കൊടുത്താൽ എന്ത് വരും? 10/20. അതുപോലെ ഇൻറ്റു 100 ആണെങ്കിലോ രണ്ട് സ്ഥലത്തും 100/200. ഇതുപോലെയൊക്കെ നമുക്ക് ഈക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പക്ഷെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തേക്കണേ? യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഡിവിഷൻ യൂസ് ചെയ്ത് ഈക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ 10/20 തന്നേക്കാന്ന് വിചാരിക്കാം. എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 10ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? 1 ഇൻറ്റു 10 എന്ന് എഴുതാൻ പറ്റും, 2 ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. സോ ഫാക്ടേഴ്സ് ഓഫ് 10 എന്ന് പറയുന്നത് 1, 2, 5 ആൻഡ് 10 ആയിരിക്കും വരിക. സെയിം രീതിയിൽ 20യുടെ ഫാക്ടേഴ്സ് എഴുതി നോക്കുക. 1 ഇൻറ്റു 20, 2 ഇൻറ്റു 10, 3 കൊണ്ട് പറ്റില്ല, 4 ഇൻറ്റു 5. സോ ഇവിടെ വെച്ച് നിർത്താം. ഫാക്ടേഴ്സ് എന്ത് കിട്ടും? 1, 2, 4, 5, 10 ആൻഡ് 20. സോ ഇവിടെ രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പാകത്തിന് വേണം നമ്പേഴ്സിനെ എടുക്കാൻ. സോ 2 എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും കോമൺ ആണ്, 5 രണ്ട് സ്ഥലത്തും കോമൺ ആണ്, 10ഉം രണ്ട് സ്ഥലത്ത് കോമൺ ആണ്. സോ ഈ മൂന്ന് നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഈക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ഡിവിഷൻ. സോ ഫസ്റ്റ് തന്നെ ഞാൻ 10/20നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പോവാണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും, 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. സോ ഒരു ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/10. ദെൻ സെക്കൻഡ് വൺ, ഞാൻ ഈ സെയിം ഫ്രാക്ഷൻ 10/20നെ ഡിവൈഡഡ് ബൈ 5 ചെയ്യാൻ പോവാണ്. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ ഇവിടെ ഫ്രാക്ഷൻ എന്ത് കിട്ടും? സെക്കൻഡ് വൺ 2/4 എന്നുള്ളത് സെക്കൻഡ് ഈക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. സെയിം രീതിയിൽ തേർഡ് വൺ 10/20 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 10. സോ 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ നെക്സ്റ്റ് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ത് കിട്ടി? 1/2 എന്ന് ആൻസർ കിട്ടും. സോ ഇവിടെ 3 ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് 10/20 എന്ന് പറയുന്നത് ഏതൊക്കെ വരും? 5/10, 2/4 ആൻഡ് 1/2. ഇവിടെ നമ്മൾ ഡിവിഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്തേക്കണേ ഈക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. സോ ഈ രണ്ട് മെത്തേഡും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.